ഇപ്പം ഏകദേശ സമയം എന്ന് പറയുന്നത് 1:45 സ്ട്രെച്ച് കറക്റ്റ് 3 മണിക്കൂർ. അതായത് 4:45 ഇവിടെ ഞാൻ എഴുന്നേക്കുന്ന പ്രശ്നമല്ല. അതിനുള്ളിൽ ഞാൻ മിക്ക ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. ഒറ്റ സ്ട്രെച്ചിൽ ഫുള്ള് കംപ്ലീറ്റ് ആകാൻ പോവാണ്. ഈവൻ എന്ത് പ്രശ്നം വരെ പോലും ഞാനത് ഫുള്ള് കംപ്ലീറ്റ് ആക്കാൻ പോവാണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, റേ ഓപ്റ്റിക്സ് പിന്നെ എന്താണ് സെൽഫ് EMI ഇത്രയും എടുക്കാൻ പോവാണ്. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ആയിട്ട് ഞാൻ കിട്ടി തീർക്കാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഇപ്പോൾ സമയം ഏകദേശം 3:15 കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അപ്പോഴേക്കും 2 ചാപ്റ്റർ തീർത്തിട്ടുണ്ട്. സെൽഫ് ഇൻഡക്ഷൻ തീർത്തിട്ടുണ്ട്. റേ ഓപ്റ്റിക്സിന് നോക്കണം. അപ്പം റേ ഓപ്റ്റിക്സ് കുറച്ച് പണിയാണ്. ഓക്കെ, എന്നാലും കുഴപ്പമില്ല. 4 മിനിറ്റ് ബ്രേക്ക് തുടർച്ചയായിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, വീണ്ടും എടുക്കുക, അങ്ങനെ ആയിരുന്നു. എനിക്ക് ഫുഡ് പഠിച്ചു. അപ്പം എന്നിട്ട് ഉറക്കമൊന്നും വരുന്നില്ല. കാരണം ആ ഒരു ചൂടിപ്പം കിട്ടുന്നുണ്ട്. പരീക്ഷയുടെ ആ ചൂടിപ്പം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പഠിക്കാൻ കുറേ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പം ഉറക്കവും വരുന്നില്ല, ഒന്നും വരുന്നില്ല. ഇപ്പം ഏകദേശം ഇനിയിപ്പം കുറച്ച് ഒരു നാപ്പ് എടുക്കാൻ പോവാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ മടുത്തിട്ടുണ്ട്. അതുപോലെ നേഴ്സുമാണ്. കാരണം ഫിസിക്സ് എക്സാം എങ്ങനെയാകും ആ ഒരു സീരിയസ്നെസ് ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എന്താ ഇങ്ങനെയെന്ന് എനിക്കറിയത്തില്ല. എക്സാമിൻ്റെ തലേദിവസമാകുമ്പോൾ ഒരു സീരിയസ്നെസ് വരും. എന്ത് തേങ്ങയാണെന്ന് എനിക്കറിയത്തില്ല. മാതിരി കഴിഞ്ഞ് കണ്ടല്ലോ കോലം കണ്ട പുള്ളിയുടെ ഇതൊക്കെ സെറ്റാക്കണം ഒരു ദിവസം. ഇനിയിപ്പം ഞാൻ കിടക്കാൻ പോവാണ്. ചോദിക്കും മറ്റേ എന്താണ് എങ്ങനെ ഉറക്കം വരുന്നു ഇങ്ങനെ കിടന്നിട്ട് എക്സാമിൻ്റെ സമയത്ത്. പക്ഷേ എനിക്ക് ഉറക്കമൊക്കെ വരും. ഞാൻ അങ്ങനത്തെ ടൈപ്പാണ്. എനിക്ക് വലിയ ടെൻഷനുണ്ട്. പക്ഷേ എനിക്ക് ടെൻഷൻ ഇല്ലാത്ത പോലെ മീൻസ് ടെൻഷൻ ഉണ്ടെന്നും പറഞ്ഞാൽ എനിക്ക് ഉറങ്ങാതിരിക്കാനും ഒരു പരിധിക്ക് ശ്രമിച്ചാൽ പോലും എനിക്ക് കൺട്രോൾ ചെയ്യാനും പറ്റത്തില്ല. അതാണ് പ്രശ്നം. ശരി, ഏകദേശം സമയം പറഞ്ഞാൽ 5:30 കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ 5:15 കഴിഞ്ഞിട്ടുണ്ട്. 5:30 ആകുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഫിസിക്സ് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും സിമ്പിൾ മൈക്രോസ്കോപ്പും പഠിക്കാൻ ഉണ്ട്. പക്ഷേ അത് ഒരു സൈഡോട്ട് ഒതുക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ തീർത്തിട്ട് അത് നോക്കാമെന്ന് വെച്ചാൽ ബോറടിക്കുന്ന ചാപ്റ്റർ പഠിച്ചിട്ട്. അപ്പോൾ പിന്നെ വിചാരിച്ചു ഇനിയിപ്പോൾ എന്ത് പഠിക്കും, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പഠിച്ചാലോ, മാഗ്നറ്റിക് സസ്റ്റബിലിറ്റി പഠിക്കണോ. ആഴപ്പാടൊരു സീനാണ് യെസ്. എന്തായാലും എനിക്ക് നല്ല മാർക്ക് മേടിക്കണമെന്നുണ്ട്. ഒറ്റ ടൈം ഇഷ്ടപ്പെട്ട ഒരു സിനിമ അവിടെ നടക്കുന്നുമുണ്ട്. ഒരു നല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഇത് കിട്ടിക്കളി. ഇത്രയും ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമുള്ള എക്സാംസ് നാളെയാണ്. ഫിസിക്സ് മാത്രം ഇച്ചിരി സീനായിട്ട് എനിക്ക് തോന്നുന്നത്. ബാക്കിയുള്ള ഒരു വിധമൊക്കെ ഫിസിക്സിൻ്റെ തന്നെ എനിക്കൊന്നും അറിയത്തില്ല. എനിക്ക് എല്ലാം അറിയാം. ഓക്കെ, ഐ എം കോൺഫിഡൻസ് എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. നിങ്ങളങ്ങനെ തന്നെ ഇരിക്കുക.
എന്തായാലും ഇനിയിപ്പോൾ എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി എക്സാംസ് ചെന്നാലും നേരിട്ട് തന്നെ ഞാൻ കൂടുതൽ സെക്കൻഡ് ടൈം തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈമിൽ എന്തായാലും ഞാൻ എന്തെങ്കിലും ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാനാണ് ചാൻസ്. സത്യമായിട്ട് പറയാം, അത് സ്കിപ്പ് ചെയ്യാനാണ് ചാൻസ്. ഏതെങ്കിലും ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്തിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് പരീക്ഷ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ ഏതെങ്കിലും ചാപ്റ്റർ സ്കിപ്പ് ചെയ്തിട്ട് ഉപകാരപ്പെട്ടോന്ന് ചോദിക്കാം, അല്ലെങ്കിൽ അതിൽ നിന്ന് മാത്രം ചോദ്യം ചോദിച്ച അവസ്ഥ വന്നിട്ടുണ്ടോ എന്നും കൂടെ പറയാം കേട്ടോ. ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട്. ഞാൻ മൂന്നാമത്തെ ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാൻ പോവാണ്. സ്കിപ്പ് ചെയ്യാൻ പോവാണ്. മൂന്നാമത്തെ ചാപ്റ്ററാണ് കുറച്ച് സിമ്പിളെന്ന് എനിക്കറിയാം, പക്ഷെ അത് സ്കിപ്പ് ചെയ്യുവാണ്, വേറെ വഴിയില്ല. തലേ നിൽക്കില്ല ഇതിൻ്റെ എല്ലാം കൂടി. ഇനി ഫസ്റ്റ് ടേമിന് പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഓർമ്മ എങ്ങാനും പോയി പഠിക്കണം. പിന്നെ ബാക്കിയുള്ളതൊക്കെ വീണ്ടും വീണ്ടും തന്നെ പഠിക്കണം, വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യണം. ഫസ്റ്റ് ഇത് മാത്രം പഠിക്കാൻ പോവാണ്. പിന്നെ ലാസ്റ്റ് ആ ചാപ്റ്റർ മാത്രം ആംബിയൻറ്റ് സർക്യൂട്ട് അലോയും ഇതൊക്കെ പഠിക്കാൻ പോവാണ്. ഇപ്പോൾ ഏകദേശം സമയം 8:30 ആയിട്ടുണ്ട്. ഞാനിപ്പം പഠിക്കാൻ ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്നു. അതുപോലെ തന്നെ എന്താണ് ഒരുമാതിരി വല്ലാത്ത അവസ്ഥയാണ്. ഒരു തലയിലോട്ട് കയറുന്നില്ല. ഞാൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. മിക്കവാറും ഫിസിക്സ് എക്സാം കയ്യിൽ നിന്ന് പോകുന്ന പ്രശ്നമുണ്ട്. മര്യാദയ്ക്ക് പഠിച്ച ചാപ്റ്റർ പോലും ഇപ്പോൾ റിവൈസ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല. എല്ലാം എൻ്റെ മിസ്റ്റേക്ക് ഒന്നും പറയാൻ എൻ്റെ മിസ്റ്റേക്ക് ഉണ്ട്. അതുപോലെ തന്നെ റിവൈസ് ചെയ്യുന്നില്ല, കറക്റ്റ് ടൈം റിവൈസ് ചെയ്തുകൊണ്ടിരുന്നില്ല. അതായത് ഇപ്പം ഇനിയിപ്പോൾ എന്തായാലും 2 ചാപ്റ്റർ വിടാതെ ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം എനിക്ക് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഡിമോട്ടിവേഷൻ, അതുപോലെ എനിക്ക് ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അത് കണക്കിട്ട് ടെൻഷൻ ഇങ്ങനെ ഉണ്ട്. ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടില്ല, എൻ്റെ ജീവിതത്തിൽ ഇതുവരെ അടിച്ചിട്ടില്ല. ഇവൻ എൻ്റെ പബ്ലിക് എക്സാം പോലും ഞാൻ ഇത്ര ടെൻഷൻ എടുത്തിട്ടില്ല. സത്യമായിട്ട് എനിക്ക് ഒരുമാതിരി വല്ലാത്ത അവസ്ഥയാണ്. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടെന്ന് പറയാം. ഇപ്പോൾ എക്സാം കഴിഞ്ഞിട്ടായിരിക്കും വീഡിയോ. ഇപ്പോൾ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു കൊണ്ട് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്ക് ഏകദേശമൊക്കെ കയ്യിൽ നിന്ന് പോകുന്ന അവസ്ഥയാണ് ഫിസിക്സ് എക്സാം. ഒരു ബാക്കിയുള്ളതൊക്കെ ഒരുമാതിരിയൊക്കെ നമുക്ക് ഒപ്പിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഫിസിക്സ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുമാതിരി ഡെറിവേഷൻ്റെ ഒരു അമ്പം കളിയാണ്. ഇതൊക്കെ അവസാന നിമിഷം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ്. ഇന്നലെയൊക്കെ മര്യാദയ്ക്ക് ഇരുന്ന് പഠിക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ വീണ്ടും എന്താണ് ഉഴപ്പി നടന്ന് ആകെ സീനായിക്കൊണ്ടിരിക്കും.
പരീക്ഷ പൊട്ടും ഗൈസ്, ഉറപ്പാണ്. ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല. സത്യം പറഞ്ഞ എക്സാം നിൽക്കാൻ പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഒരുമാതിരി ഒന്നും ഓർമ്മയില്ലാത്തൊരവസ്ഥ. എക്സാമിന് പൊട്ടും ഞാൻ മിക്കാറും. എന്തായാലും എക്സാം വന്നിട്ട് പറയാം ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ.